Then Fourier Transform-4. This is for KTU S2 students, that is MAT102 Module 5 2019 admission onwards, and S4 students, that is MA202 Module 3 2015 admission onwards. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമുമാണ്, അതിന്റെ ഇൻവേഴ്സുമാണ്. ഇവിടെ നമ്മൾ കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ഭാഗമാണ് ഫൊറിയർ ട്രാൻസ്ഫോമിൽ. ഡെഫിനിഷൻ. Let fx be a real function which is absolutely integrable and piecewise smooth, then the complex Fourier transform of the function f cap omega defined by f cap omega is equal to, that is written as Fourier transform of f is equal to 1 by root 2 pi minus infinity to infinity fx e to the power of minus I omega x dx. ഇതാണ് എഫ് എക്സ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആണെങ്കിൽ, അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കോംപ്ലക്സ് എന്ന് നമ്മൾ പറയാ, മിക്കവാറും കോംപ്ലക്സ് ആകാം അല്ലെങ്കിൽ റിയൽ ആകാം. കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ക്യാപ് ഒമേഗ ഡിഫൈൻഡ് ബൈ എഫ് ക്യാപ് ഒമേഗ ഈസ് ഈക്വൽ ടു ദിസ്. ഇതാണ് എഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. എഫ് എക്സ് ഇവിടെ എഴുതുക, ഈ ടേർ ഓഫ് മൈനസ് ഐ ഒമേഗ എക്സ് എഴുതി വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതാണ് എഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ഇനി അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ, ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക. ഇതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എഫ് എക്സ് കിട്ടും. കോൺവേഴ്സ്ലി ദ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ക്യാപ് ഒമേഗ ഈസ് ഡിഫൈൻഡ് ബൈ fx equal to f inverse f cap, that is equal to 1 by root 2 pi minus infinity to infinity f cap omega e to the power of I omega x d omega. ഇതാണ് എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. നമ്മൾ എഫ് എക്സിൽ തന്നൊരു ഫംഗ്ഷൻ, അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കാണാനായി ഇങ്ങനെയും ചെയ്യാം. എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ആദ്യം അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുക, അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കിട്ടും. ഇപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, എഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുക കഴിയുമ്പോൾ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ. അതിന് നമ്മൾ എഫ് ക്യാപ് ഒമേഗ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എഫ് എക്സ് എടുക്കുക, ഇ പെർ മൈനസ് ഐ ഒമേഗ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിന്റെ ഇൻവേഴ്സ് എടുക്കാനായി എഫ് എക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എഫ് ക്യാപ്പിന്റെ ഇൻവേഴ്സ്, അപ്പോൾ നമുക്ക് എഫ് എക്സ് കിട്ടും. ദാറ്റ് ഈസ് എഫ് ക്യാപ് ഒമേഗ ഇ ടു ദ പവർ ഓഫ് ഐ ഒമേഗ എക്സ്. ഇവിടെ മൈനസ് ഐ ഒമേഗ ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ ഒമേഗ എക്സ് ആണ്, ഇവിടെ ഇ ടു ദ പവർ ഓഫ് ഐ ഒമേഗ എക്സ് ആണ്, ഡി ഒമേഗ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ, എഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. എക്സ്പ്രഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ക്യാപ് ഒമേഗ കിട്ടി, അതിന്റെ ഇൻവേഴ്സ് ആണ് എഫ് എക്സ്. ഈ എഫ് എക്സ് every point fx is continuous. fx equal to the RHS ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്. ഇനി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റിലാണെങ്കിൽ ഈ at point fx is discontinuous, the left side of equation 2, ഇത് equation 2 ന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് fx അല്ല, the average of left hand limit and right hand limit, that is f of x plus x minus plus f of x plus divided by 2 ആയിരിക്കും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് ഇക്വേഷൻ 2 is called Fourier integral representation of f of x. ഈ ഇക്വേഷൻ നമ്പർ 2 എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം പഠിച്ചു. ഇവിടെ നമ്മള്
ഫുരിയർ ട്രാൻസ്ഫോം ആണ്. ഫുരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നതിന് നമ്മൾ കോംപ്ലക്സ് ഫുരിയർ ട്രാൻസ്ഫോം എന്നാണ് പറയുന്നത്. അത് ചില സമയത്ത് അത് റിയൽ ആവും, ചില സമയത്ത് കോംപ്ലക്സ് ആവും. എന്നാൽ നമ്മൾ കോംപ്ലക്സ് ഫുരിയർ ട്രാൻസ്ഫോം എന്നാണ് പറയുന്നത്. S4കാർക്ക് ഈ ഫുരിയർ ട്രാൻസ്ഫോം നേരിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കൊസൈൻ ട്രാൻസ്ഫോം സൈൻ ട്രാൻസ്ഫോം പറയുന്നത് S4കാർക്ക്. പക്ഷെ S2കാർക്ക് കൊസൈൻ ട്രാൻസ്ഫോമും സൈൻ ട്രാൻസ്ഫോമും പറഞ്ഞു കഴിഞ്ഞിട്ടാണ്, ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫുരിയർ ട്രാൻസ്ഫോം പറയുന്നത്. അങ്ങനെയാണ് ക്രൈസക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടുപേർക്കും ഒരേ ഇത് തന്നെയാണ് ചെയ്യാൻ പറയുക. പിന്നെ S4കാരുടെ സിമ്പല് ക്യാപിറ്റൽ F എന്നാണ് പറയുന്നത്. എഫ് ക്യാപ്പിന് ക്യാപിറ്റൽ F എന്നാണ് പറയുക. ആ ഒരു ഡിഫറൻസും ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസിയാണ്. എക്സാമ്പിൾ നമ്പർ 1. ഫൈൻഡ് ദ ഫുരിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to k is 0 less than x less than k and equal to 0 if x greater than 0. അപ്പോൾ ഈ fxന്റെ ഫുരിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അതിന് f cap omega എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ. ആൻസർ ഒമേഗയിലായിരിക്കും ഉണ്ടാകുക. ദാറ്റ് ഈസ് ഫുരിയർ ട്രാൻസ്ഫോം f that is equal to 1/√2 pi minus infinity to infinity. ഇവിടെ fx എഴുതുക e to the power of minus I omega x dx. മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്നുള്ളത് ഇവിടെ 0 to a ആണ്. 0 to a യിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 0 to a ആയി. f of x equal to k ആണ്. e to the power of minus I omega x dx. ഇതിന് ഈ k പുറത്തേക്ക് വന്നു. k/√2 pi ആയി. e to the power of minus I omega x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e to the power of minus I omega x divided by minus I omega. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e to the power of minus I omega a divided by minus I omega. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഉണ്ടാവും. 0 x ന് 0 കൊടുത്തപ്പോൾ e to the power of 0 1 ആണ്. 1 divided by minus I omega. ഇതാണ് ആൻസർ. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ. ഇതാണ് f cap omega. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ. ഇത് ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇതാണ് ഈ fxന്റെ ഫുരിയർ ട്രാൻസ്ഫോം. ഇനി ഈ fxന്റെ ഫുരിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കാണാനായിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഈ fxന്റെ ഫുരിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കിട്ടും. നമ്മളിപ്പോൾ ഫുരിയർ ട്രാൻസ്ഫോം മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എക്സാമ്പിൾ 2. ഫൈൻഡ് ദ ഫുരിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to e power kx if x less than 0 and equal to 0 if x greater than 0. That is f cap omega. That is Fourier transform of f that is equal to 1/√2 pi minus ഇതുണ്ട്. ഇത് x less than 0 ആണ്. x less than 0 ആവുമ്പോൾ e power kx. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ e power kx e to the power of minus I omega x dx. 0ക്ക് ശേഷം 0 ആണ്. അതുകൊണ്ട് നമ്മൾ 0ക്ക് ശേഷം എഴുതുന്നില്ല. ഇതാണ്. ഇവിടെ x greater than 0 ആണെങ്കിൽ ഇവിടെ 0 to infinity വരും. അപ്പൊ നിങ്ങൾ ഈ ലിമിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം പലതരത്തിൽ നമുക്ക് ചോദിക്കാം. f of x equal to e to the power of minus kx എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ പ്രോബ്ലം തന്നെ e to the power of minus kx x less than 0 എന്ന് പറയാം. അല്ലെങ്കിൽ e to the power of minus kx x greater than 0 എന്ന് പറയാം. പലതരത്തിലും ഈ പ്രോബ്ലം ചോദിക്കാം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. e to the power of minus e to the power of kx. അപ്പൊ ഇതിനെ നമ്മൾക്ക് ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ e to the power of ഇതിനെ നമ്മൾ x പുറത്തെടുത്തു കഴിഞ്ഞാൽ k minus I omega എന്ന് കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/√2 pi e to the power of k minus I omega x divided by k minus I omega x. അപ്പർ ലിമിറ്റ് കൊടുത്താൽ e to the power of 0 1 കിട്ടും. ലോവർ ലിമിറ്റ് കൊടുത്താൽ e to the power of minus infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 കിട്ടും. That is equal to 1 minus 0 divided by k minus I omega. That is 1/√2 pi 1 divided by k minus I omega. That is a Fourier transform of e power kx. It's very simple. ഈ ഫോർമുല നമ്മൾ ഓർത്തെടുത്താൽ മതി. Okay. Then, next problem. Example number 3. Find the Fourier transform of f of x equal to e to the power of minus ax square. A greater than or equal to 0. That is, answer f cap omega is equal to Fourier transform of f is equal to 1/√2 pi minus infinity f of x e to the power of minus I omega x. f of x ന്റെ വാല്യൂ എഴുതി e to the power of minus ax square. ഇത് രണ്ടും കൂടെ minus ax squareന്റെ അകത്ത് minus ax square plus I omega x ഇങ്ങനെ എഴുതി. ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ax square plus I omega x പിന്നെ I omega by
2√a² ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് ഇത് നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കും. ഇതിൽ ടേക്കിംഗ് ഔട്ട് സൈഡ്, ഇതിലെ മൈനസ് ഇൻറ്റു മൈനസ്, ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പൊ അത് ടേക്കിംഗ് ഔട്ട് സൈഡ്. പിന്നെ ഇതിലുള്ളത് ഇവിടെയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി, ഇത് അതിന്റെ a+b² എന്ന ഫോമിൽ ഇങ്ങനെ എഴുതി. ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പൊ ഇത് പുറത്തേക്ക് വന്നു. ഇതൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കണം. ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ളതിന്റെ ഇതിന്റെ √ax + i⍵/2√a സ്ക്വയർ ആണ്. അപ്പം ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ i² = -30 ω², ഇതിന്റെ 2ന്റെ സ്ക്വയർ 4, √a സ്ക്വയർ 1/√2π -∞. ഇത് അതുപോലെ തന്നെ എഴുതി. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. -∞ to ∞ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ u ആയിട്ട് എടുത്തു. ഇതാ u ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ √a dx = du എന്ന് കിട്ടും. അപ്പൊ dx = du/√a, അതാണ് അവിടെ. അപ്പൊ ഈ du സ്ഥാനത്ത് 1/, അതിപ്പം ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ എഴുതി. ഈ ഈ dx സ്ഥാനത്ത് du/√a ആണ് എഴുതുന്നത്. ആ 1/√a പുറത്തേക്ക് വന്നു. 1 ഇതുപോലെ വന്നു. ഇത് നമ്മൾ u ആയിട്ട് എടുത്ത്, അപ്പം -∞ + e⁻⁻u² du എന്നായി. ഇത് ഇങ്ങനെ വന്നു. ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിനെ നമ്മൾ u ആയിട്ട് എടുത്തു. ഇതിനെ ഈ ബ്രാക്കറ്റിലുള്ളതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? i ആയിട്ട് എടുത്തു. അതിനെ i ആയിട്ട് എടുത്തു. അപ്പൊ i = -∞ to e⁻⁻x² dx. ഇവിടെ u ആണ്, ഇവിടെ x ആണെന്നുള്ള വേരിയബിൾ മാത്രം മാറ്റിയുള്ളൂ. ഇന്റഗ്രേഷൻ ലിമിറ്റ് -∞ to +∞ ആയതുകൊണ്ട് ഇവിടെ e⁻⁻u² du എന്നുള്ളത് -e⁻⁻x² dx എന്ന് എടുക്കാം, അല്ലെങ്കിൽ -y² dy എന്ന് എടുക്കാം, അല്ലെങ്കിൽ -t² dt എന്ന് എടുക്കാം. ഈ ലിമിറ്റ്, അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതിനെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം അതൊന്നും കൂടി എഴുതി, പിന്നെ അതിനെ ഒന്നും കൂടി എഴുതി. അപ്പൊ ഇവിടെ ലിമിറ്റ്, ഇതിന്റെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു വൈ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ e⁻⁻t² dt എന്ന് എഴുതാം, അല്ലെങ്കിൽ e⁻⁻ വേറെ ഏത് z² dz എന്ന് എഴുതാം. അപ്പൊ i², ഇത് i ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിനെ i² ആയിട്ട് എടുത്തു. ഇത് i² ആണ്. അപ്പൊ ഇത് i² = -∞ e⁻⁻x² + y² dx dy എന്നായി. ഇങ്ങനെ വന്നു. ഇതിനെ നമ്മളിനി പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റണം. നമ്മൾ വെക്ടർ കാൽക്കുലസിൽ പഠിച്ചതുപോലെ തന്നെ ഇതിനെ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ x = r cos θ എന്നെടുക്കും, y = r sin θ എന്നെടുക്കും, dx dy = r dr dθ എന്നെടുക്കും. അപ്പൊ ഈ i² ഇവിടെ വന്നു. -∞, അപ്പൊ ഇവിടെ നമ്മൾ r ഉണ്ട്, r-ഉം θ ഉണ്ട്. അപ്പൊ ഈ -∞ + ∞ എന്നുള്ളത് അതിനകത്ത് θ 0 to 2π ആകും. r റേഡിയസ് 0 മുതൽ ∞ വരെയാകും. ഇത് ഓർത്തിരിക്കണം. x² + y² എന്നുള്ളത് r ആയി. അപ്പൊ e⁻⁻r² dx dy എന്നുള്ളത് r dr dθ ആയി. അതായി i² = 0 to 2π (0 to 2π) (0 to ∞ e⁻r² r dr dθ. ഇതിനെ നമ്മൾ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷന് ഒന്നും കൂടി അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് ഇപ്പൊ ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒന്ന് ഞാൻ പറയാം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനെയാണ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ r² = t എന്ന് എടുക്കുക. അപ്പൊ 2r dr = dt, r dr = dt/2 ആണ്. അപ്പൊ ഈ ഇന്റഗ്രൽ ഈ e⁻⁻r² r dr എന്നുള്ളത് e⁻⁻r² എന്നുള്ളത് -r² എന്നുള്ള t ആണ്. അപ്പൊ e⁻⁻t
dr എന്നുള്ളത് dt/2i. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e to the power of minus t divided by minus 2 എന്നാ കിട്ടുക. ദാറ്റ് ഈസ് e to the power of t equal to r square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെ e to the power of minus r square r dr നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e to the power of minus r square by 2 ആണ്. അതാണ് ഇവിടെ ഇരിക്കുന്നത്. e to the power of minus r square by minus 2. അതിന് ലോവർ ലിമിറ്റ് 0 ആണ്, ഇവിടെ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി. അത് കൊടുത്തു കഴിയുമ്പോൾ ഇതിനെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/2 കിട്ടും. 1/2 കിട്ടും. അതിനെ തീറ്റ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/2 തീറ്റ കിട്ടും. തീറ്റയ്ക്ക് 2π കൊടുക്കുക, അപ്പർ ലിമിറ്റ് 2π കൊടുക്കുക, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൈ കിട്ടി. ദാറ്റ് ഈസ് I square equal to pi, I equal to root pi. I equal to root pi. ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ ചെയ്തു വരുന്നത് എവിടുന്നാന്ന് നോക്കണം. നമ്മൾ ഇതിനെയാണ് ചെയ്തു വരുന്നത്. ഇതിനെയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ഇതിനെ നമ്മൾ ഐ ആയിട്ട് എടുത്തു. ഇതിനെ നമ്മൾ ഐ ആയിട്ട് എടുത്തു. അപ്പൊ ദാറ്റ് ഐ ഈക്വൽ ടു, അതിനെ നമ്മൾ ഐ ആയിട്ട് എടുത്തപ്പോ ആ ഐ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് പൈ എന്ന് കിട്ടി. I equal to root pi. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ എഴുതി. ഇതൊക്കെ അതുപോലെ തന്നെ എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് പൈ. അപ്പൊ അത് നമ്മൾ റൂട്ട് പൈ എന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടി. എഫ് ക്യാപ് ഒമേഗ ഈക്വൽ ടു ഇതാണ് റൂട്ട് പൈ, ബാക്കി ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് അതിനകത്ത് എഫ് ക്യാപ് ഒമേഗ കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. 1/√2a e to the power of minus omega square by 4a. ദിസ് ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം. നമ്മുടെ ഇത് ക്രൈസിക്കിന്റെ ടെസ്റ്റിലും ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to e to the power of minus ax square. ചിലപ്പം ഈ മൈനസ് എ സ്ക്വയർ എന്നുള്ളത് ചിലപ്പോൾ e to the power of minus a square x square എന്നും വരാം. അപ്പൊ നിങ്ങൾ അത് അനുസരിച്ച് മാറ്റിക്കണം. ഇത് ഈ കോൺസ്റ്റന്റ് പലതരത്തിലും വരാം. എ സ്ക്വയർ ആകാം, എ ആകാം, എ ക്യൂബ് ആകാം. അത് ശ്രദ്ധിച്ചോണം. അപ്പൊ ഇതിന്റെ ഇതാണ് answer. That is important. Next, relation between Fourier transform and cosine transform. The complex Fourier transform and the Fourier cosine transform of an even function are both real valued and the same. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഈവൻ ഫംഗ്ഷന്റെ ഫുരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫുരിയർ കൊസൈൻ ട്രാൻസ്ഫോം ഒന്ന് തന്നെയായിരിക്കും. ഒരു ഈവൻ ഫംഗ്ഷന്റെ ഫുരിയർ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫുരിയർ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടാൽ മതി. ഈവൻ ഫംഗ്ഷന്റെ ഫുരിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഫംഗ്ഷന്റെ ഫുരിയർ കൊസൈൻ ട്രാൻസ്ഫോം ആയിരിക്കും. അതുപോലെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എഫക്ട്സ് കാണാനായിട്ടാണെങ്കിൽ ആ ഫുരിയർ കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഫുരിയർ ട്രാൻസ്ഫോം ആൻഡ് സൈൻ ട്രാൻസ്ഫോം. ദ ഫുരിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ ഈസ് റിയൽ. ഒരു ഓഡ് ഫംഗ്ഷന്റെ ഫുരിയർ ട്രാൻസ്ഫോം റിയൽ ആയിരിക്കും, ഓഡ് ഫംഗ്ഷന്റെ. അപ്പം ദ കോംപ്ലക്സ് ഫുരിയർ ട്രാൻസ്ഫോം ഓഫ് ആൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുരിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞിട്ട് അതിനെ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫുരിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫുരിയർ സൈൻ ട്രാൻസ്ഫോമും എപ്പോഴും റിയൽ ആയിരിക്കും. കൊസൈൻ ട്രാൻസ്ഫോമിന്റെ കാര്യത്തിൽ ഫുരിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഫുരിയർ ട്രാൻസ്ഫോമും ഒന്ന് തന്നെയായിരിക്കും ഈവൻ ഫംഗ്ഷന്റെ കാര്യത്തിൽ. ഓഡ് ഫംഗ്ഷന്റെ കാര്യത്തിൽ ഫുരിയർ ട്രാൻസ്ഫോം കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഫുരിയർ സൈൻ ട്രാൻസ്ഫോം കാണും, അതിനെ മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഫുരിയർ ട്രാൻസ്ഫോം കിട്ടും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഫുരിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to 1 minus x square
if mod x less than or equal to 1 and equal to 0 if mod x greater than 1. Hence evaluate this value. ഇവിടെ f of minus x equal to f of x തന്നെയാണ്. ഇതാ 1 minus x square ആണ്. അപ്പൊ x ന്റെ സ്ഥാനത്ത് minus x ഇട്ടാലും മാറ്റമൊന്നുമില്ല. f of minus x equal to f of x. f of x is an even function. Hence Fourier transform and inverse transform are just the Fourier cosine transform and inverse cosine transform. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ Fourier transform കാണാനായിട്ട് ഇതിന്റെ Fourier cosine transform കണ്ടാൽ മതി. ഇനി അതിന് ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ Fourier cosine transformന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. S4 കാരുടെ ടെസ്റ്റില് അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് ഇത് വേറെ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ തന്നിരിക്കുന്ന ടെക്സ്റ്റില് ഇത് ഐ ഒമേഗ വെച്ചിട്ട് Fourier transform ഡയറക്റ്റ് മെത്തേഡാണ് കാണേണ്ടത്. അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ കൊസൈൻ ട്രാൻസ്ഫോം കണ്ടാൽ മതി. അതുകൊണ്ട് ഇത് കൊസൈൻ ഇത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കൊസൈൻ ഇതാ. അപ്പൊ നമ്മൾ ഇതിന്റെ എഫ് ക്യാപ് ഒമേഗ ഇതിന്റെ Fourier ട്രാൻസ്ഫോം കാണാനായിട്ട് എഫ് സി ക്യാപ് ഒമേഗ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോസ് ഒമേഗ എക്സ് എന്ന് എഴുതിയാൽ മതി. എഫ് എക്സ് കോസ് ഒമേഗ എക്സ് എന്ന് Fourier ട്രാൻസ്ഫോം എഴുതാൻ കാണാനാണ് e to the power of minus i omega x കാണേണ്ടത് Fourier ട്രാൻസ്ഫോമിന്. പക്ഷെ ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ Fourier ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ക്യാപ് ഒമേഗ എന്ന് പറയുന്നത് എഫ് സി ക്യാപ് ഒമേഗയാണ്. അതുകൊണ്ട് എഫ് എക്സ് കോസ് ഒമേഗ എക്സ് കണ്ടാൽ മതി. ഇവിടെ e to the power of minus i omega x എഴുതണ്ട. എഴുതി കഴിഞ്ഞ് നമ്മൾ ചെയ്താൽ ഇത് തന്നെ അവസാനം ആൻസർ കിട്ടുക. അവസാനം നമ്മൾ മൈനസ് പ്ലസ് ഇൻറ്റില് അതിന്റെ ഓഡ് ഫംഗ്ഷൻ വരുമ്പോൾ 0 ആയി പോകും, ഈവൻ ഫംഗ്ഷൻ ഡബിൾ ചെയ്യും. അതുകൊണ്ടാണ് ഫോർമുല ഇത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ദിസ് ഈസ് ഈക്വൽ ടു √2/π 0 to 1 minus x square cos omega x dx. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ +1 എടുത്തു, 1 minus x square എടുത്തു, cos omega x എടുത്തു. ഇനി ഇത് പ്ലസും മൈനസ് മാറി എഴുതി. 1 minus x square എടുത്തു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2x, പിന്നെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കോസ് ഒമേഗ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. എന്നിട്ട് ഇങ്ങനെയാണ് മൾട്ടിപ്ലൈന്റെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് പ്ലസ് ചിഹ്നം കൊടുക്കാം. അപ്പം ഇതാണിത്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് മൈനസ് ചിഹ്നം കൊടുക്കാം. അപ്പൊ ഇത് 3 മൈനസ് വരുന്നുണ്ട്, മൈനസ് അപ്പൊ മൈനസ്, പിന്നെ 2x കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. പിന്നെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 മൈനസ് വരുന്നുണ്ട്, പ്ലസ് 2 സൈൻ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ ഇവിടെ ഒമേഗ ക്യൂബ് ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. അപ്പം എഫ് ക്യാപ്പ് ഇതിനകത്ത് അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. അപ്പോൾ എഫ് ക്യാപ്പ് ഇവിടെ നമുക്ക് ഇത് കണ്ടോ, അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോയി, അത് 0 ആയി പോകും. പിന്നെ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇത് കൊടുക്കുക. ഇവിടെ ഇവിടെ എക്സിന് 1 കൊടുക്കുക, ഇവിടെ എക്സിന് 1 കൊടുക്കുക. അപ്പൊ ഇത് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോവും, ഇതും 0 ആയി പോവും. പിന്നെ കോസ് 0 = 1 അത് നമുക്ക് ഇവിടെ കിട്ടും. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് നമ്മൾക്ക് ഫൈനലായിട്ട് എഫ് ക്യാപ് ഒമേഗ ഈസ് ഈക്വൽ ടു ദിസ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇതാണ് എഫ് ക്യാപ് ഒമേഗ. ഇനി നമ്മൾ എഫ് എക്സ് കാണാനായിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. എഫ് എക്സ് കാണാനായിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടാൽ മതി. ഇതിന്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടത്. അപ്പൊ എഫ് എക്സ് കാണാനായിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കാണണം. ഇതിന്റെ ഇൻവേഴ്സ് കാണാനായിട്ട് നമ്മൾ എഫ് എക്സ് ഈക്വൽ ടു എഫ് സി ഇൻവേഴ്സ് എഫ് സി ക്യാപ്. ദാറ്റ് ഈസ് ഇതാണ് എഫ് സി ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി എക്സ് അതിന്റെ ഇൻവേഴ്സ്. അപ്പൊ നമ്മള് ഈ എഫ് ക്യാപ്പിന്റെ സ്ഥാനത്ത് എഫ് ക്യാപ്പ് കോസ് ഒമേഗ എക്സ്, ഇത് കോസ് ഒമേഗ എക്സ് ഇവിടെ എഴുതി, ഈ എഫ് ക്യാപ് ഒമേഗയുടെ സ്ഥാനത്ത് ഇത് എഴുതണം. ഈ എഫ് ക്യാപ് ഒമേഗയുടെ സ്ഥാനത്ത് 2 × √2/π സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇത് ഇവിടെ നമ്മൾ എഴുതി. ഇതാണ്.
എന്നിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എഫക്ട്സ് ആണ്, അതാ ലെഫ്റ്റ് സൈഡ് എഫക്ട്സ് ആണ്. റൈറ്റ് സൈഡിലുള്ളത് ഇതാ ഈ 2 ഈ √2 4 കിട്ടും. √π × അപ്പൊ 4/π 0 to infinity sin omega minus omega cos omega by omega cube cos omega x d omega ഇങ്ങനെ കിട്ടി. ഇതാണ്. അപ്പൊ നമ്മള് ഈ രണ്ട് സൈഡിലും π/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇത് പോയി π/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടി. π/4 into f of x. f of x ന്റെ വാല്യൂ ഇതാണ്, നമുക്ക് തന്നിട്ടുണ്ട്. f of x ന്റെ വാല്യൂ ഇതാണ്. ഇതിന്റെ വാല്യൂ f of x ന്റെ വാല്യൂ ഇതാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഇതാണ് എഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിലും കണ്ടത്. പക്ഷെ നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അപ്പൊ ഇതിന്റെ അകത്ത് എഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. 1ൽ മാത്രമേ കണ്ടിന്യൂസ് അല്ലാത്തുള്ളൂ. എഫ് എക്സ് ഹാഫിൽ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ എക്സ് ഈക്വൽ ടു ഹാഫ് കൊടുക്കാം. എക്സ് ഈക്വൽ ടു ഹാഫിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ എക്സിന് ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ കോസ് ഹാഫ് ഒമേഗ ഡി ഒമേഗ. ഇവിടെ എക്സ് ഈക്വൽ ടു ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ 1/2 ആണ്. അതിന്റെ സ്ക്വയർ 1/4, 1 - 1/4 3/4. അപ്പൊ 3/5 16 കിട്ടി. ഇതാണ് ആൻസർ. ഇനി നമ്മൾ ഇത് ഒമേഗ എഴുതുന്നതിന് പകരം എക്സിൽ എഴുതണം. നമുക്ക് എക്സിൽ എഴുതണമെങ്കിൽ എക്സിൽ എഴുതാം, അല്ലെങ്കിൽ വൈയിൽ എഴുതണമെങ്കിൽ വൈയിൽ എഴുതാം. കാരണം 0 to infinity. അപ്പൊ ഈ ഒമേഗയ്ക്കൊക്കെ നമ്മൾ എക്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എക്സോ വൈയോ സെഡോ ഏതും കൊടുക്കാം, കാരണം ഇത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ ഒമേഗ ഈക്വൽ ടു എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാല്യൂ കിട്ടും. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുമ്പോൾ ഒരു മൈനസ് പുറത്തു വരും. ഇതാണ് അതിന്റെ ആൻസർ. 0 to infinity x cos x minus sin x divided by x square into cos x by 2 dx equal to -3/16. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് കാണാനാ പറഞ്ഞിരിക്കുന്നത്. ഈ വാല്യൂ കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്. That is equal to this value. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളോട് ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 4 നോക്കുക. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x equal to sin x if mod x less than a or equal to a, if mod x 0, if mod x greater than a is positive. ഇവിടെ f of x equal to sin x ആണ്. f of minus x equal to minus f of x ആണ്. അതുകൊണ്ട് f of x an odd function. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണാനായി ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടിട്ട് മൈനസ് ആയി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓഡ് ഫംഗ്ഷന്റെ ഈവൻ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോമും ഈ രണ്ടും ഒന്ന് തന്നെയായിരിക്കും. ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും ഒന്ന് തന്നെയായിരിക്കും. ഓഡ് ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടിട്ട് മൈനസ് ആയി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ആ ഫോർമുല പഠിച്ചു. അപ്പൊ -i × fs cap omega fx sin omega. ഇത് സൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് sin omega x that is equal to ഇവിടെ 0 to ഈ x less than a ആണ്. mod x less than a എന്ന് പറഞ്ഞാൽ 0 മുതൽ a വരെയോ വാല്യൂ ഉള്ളൂ. mod x less than a. അപ്പൊ അതുകൊണ്ട് നമുക്ക് 0 to a യിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 to infinity പകരം 0 to a യിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. sin x f of x equal to sin x ആണ്. sin x sin omega x dx. ശ്രദ്ധിക്കണം, x ഗ്രേറ്റർ ദാൻ x a യിൽ കൂടുതലാണെങ്കിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ sin x sin omega x dx. ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. -i ഉണ്ട്, 2/π ഉണ്ട്, sin x sin omega x dx. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല sin a sin b ഈക്വൽ ടു 1/2 ആണ്. കോസ് ഇതാദ്യം നമ്മൾ എഴുതും. അപ്പൊ sin ഒമേഗ ഇതാണ് കോസ് ഇതുണ്ടോ, കോസ് a മൈനസ് ഇതിനെ നമ്മൾ a ആയിട്ട് എടുക്കുന്നു, ഇതിനെ b ആയിട്ട് എടുക്കുന്നു. അപ്പോൾ കോസ് a മൈനസ് b മൈനസ് കോസ് a പ്ലസ് b എന്നുള്ള ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ കോസ് a മൈനസ് b ഒമേഗ മൈനസ് 1x മൈനസ് കോസ് a പ്ലസ് b എന്ന് പറഞ്ഞാൽ ഒമേഗ പ്ലസ് 1x dx. ഇനി ഇത് മൈനസ് ഉണ്ട്, ഇതിന് മൈനസ് ആണ്. കോസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതി.
തിരിച്ചെഴുതിയപ്പോൾ ഈ ഇവിടെ ഇത് അപ്പോൾ ഈ മൈനസ് ഐ പ്ലസ് ഐ ആയി. അപ്പൊ ഈ കോസ് ഒമേഗ പ്ലസ് 1x മൈനസ് കോസ് ഒമേഗ മൈനസ് 1x dx ആയി. അങ്ങോട്ടും ഇങ്ങോട്ട്. അപ്പം ഈ മൈനസ് ഐ എന്നുള്ളത് പ്ലസ് ഐ ആയി. ഓക്കെ. ദെൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ കോസ് ഒമേഗ പ്ലസ് 1x ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ പ്ലസ് 1x ഡിവൈഡ് ബൈ ഒമേഗ പ്ലസ് 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ സൈൻ ഒമേഗ മൈനസ് 1x ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് 1. ഇനി അപ്പർ ലിമിറ്റ് എക്സിന് എ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു എ. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എഫ് ക്യാപ് ഒമേഗ ഈക്വൽ ടു സൈൻ ഫുറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ ഇതിന്റെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഫുറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞിട്ട് മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫുറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണെങ്കിൽ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നതും ഫുറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറയുന്നതും ഒന്ന് തന്നെയായിരിക്കും. ഇൻവേഴ്സും അങ്ങനെ തന്നെ. ഓക്കെ.